ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് പേരുകളായും പ്രതിഭകളായും ഒക്കെ ഇവിടെ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്രമാത്രം ഇതെല്ലാം കൂടിച്ചേർന്ന് നിൽക്കുന്ന ഈ പ്രപഞ്ചം ഒരുപക്ഷെ ഇതെവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്, എന്തിന് ഇത് നിലനിൽക്കണം? നൂറ് വിഷയങ്ങൾ, ചിന്തകൾ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടാവും. ഇത് വിഷയം. അപ്പോൾ ഇവിടെ ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ. പക്ഷെ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അപ്പോൾ ഗുരു സ്വപ്നത്തെ ഇവിടെ ഒരു ഉദാഹരണത്തിന് എടുത്ത് കാണിക്കുന്നുണ്ട്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് നേരാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോഴാണ് ഇവിടെ വേറെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഉണർന്നു കഴിയുമ്പോൾ അവൻ മാത്രം അവിടെ അവശേഷിക്കുകയാണ്. അതേപോലെ നമ്മൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് ഇത്രമാത്രം ആശയപ്രപഞ്ചത്തിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതെല്ലാം നമ്മുടെ ദൃശ്യമാണ്, വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ മനസ്സ് തന്നെ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ഇതിന് സാക്ഷിയായിട്ടിരിക്കുന്നത് അവൻ മാത്രമാണ്. ഉണർന്നവൻ. അപ്പോൾ ഉണർന്ന ആൾ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ അയാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുവരെ കണ്ടതെല്ലാം അയാളിൽ തന്നെ പോയി ലയിക്കുകയാണ് എന്ന് നമ്മൾക്ക് ലയിക്കുകയാണ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നുള്ളതാണ്. സത്യത്തിൽ ലയിക്കുക എന്ന് പറയുന്നത് അല്ല അതിൻ്റെ ഒരു ശരി. കാരണം അയാളുടെ സ്വന്തം സങ്കല്പത്തിൽ, ദർശനമാലയിൽ ഗുരു അത് സൂചിപ്പിക്കുന്നുണ്ട്, സംസ്കൃതത്തിലാണെന്ന് മാത്രം. സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. അപ്പോൾ പരമേശ്വരൻ്റെ സങ്കല്പത്തിൽ എന്ന് പറയുന്നത് ഈ ഉണർന്നവൻ, ഈ സാക്ഷിയായിരിക്കുന്നവൻ, അവനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അയാളുടെ സങ്കല്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത്. ഈ മായയിൽ നിന്ന് നമുക്ക് ഉണർന്ന് വരാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദൈനംദിന ജീവിതം, നമ്മൾ പലപ്പോഴും വിചാരിക്കാം ഈ വേദാന്തമൊക്കെ പഠിച്ചിട്ട് നമുക്കെന്ത് പ്രയോജനം? സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അത് ഈ ഗ്രന്ഥങ്ങൾ, ഈ ഗുരുക്കന്മാർ പറഞ്ഞ ആ ലെവലിൽ നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഓസ്ട്രേലിയയിൽ അവിടെ നിന്നൊരു കൂട്ടായ്മ അവരിതുപോലെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക്, അവിടെയുള്ളവർക്കും ഇവിടെ നിന്ന് പോയി താമസിക്കുന്നവർക്കൊക്കെ യങ്സ്റ്റേഴ്സ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് മതം? അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? അപ്പം മതത്തെക്കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള, തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും അതിനെ മതം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നേതൃത്വവും ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം വഴിതെറ്റി പോകുന്നത്. അപ്പോൾ ഈ മതത്തിലൂടെ മനുഷ്യന് നന്നാകാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള അറിവുകളെ അവർ വളച്ചൊടിക്കുകയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാറ്റുകയും ചെയ്യുമ്പോഴാണ് ഈ വക ചോദ്യങ്ങൾക്ക്
കൃത്യമായ ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഉത്തരം കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ബാധ്യസ്ഥരാണ്. അതിനെ ഇന്നത്തെ ജനറേഷൻ പറയും ശാസ്ത്രീയമായിട്ടുള്ള അറിവ് ഞങ്ങൾക്ക് വേണം. ശരിയാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് എന്താണെന്ന് അവരോട് ചോദിക്കുമ്പോഴും അവർക്കും അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധമില്ല. അപ്പോൾ ഇങ്ങനെ പരസ്പരം കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ, അറിവില്ലാതെ ഒക്കെയാണ് ഇവിടെ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രകാശഗോപുരമായിട്ടാണ് ഗുരു നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഉള്ള ആയിരമായിരം ആശയങ്ങളും പ്രപഞ്ചവും ഇതെല്ലാം ഒരു സ്വപ്നം പോലെയാണ്, അല്ലെങ്കിൽ സ്വപ്നം തന്നെയാണ്. അത് സ്വപ്നമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് ഉണർന്നവൻ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് ഉള്ള തിരിച്ചറിവിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ രീതിയിൽ അത് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശ്വരൻ ഒരിക്കലും വെളിയിലല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മനസ്സിലും ഒക്കെയുള്ള സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് ഉള്ള ഒന്നാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ സാക്ഷിഭാവത്തിലിരിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അയാൾക്ക് അയാളുടെ അന്വേഷണം തൃപ്തികരമാകുന്നു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം.